സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് വെറൈറ്റി പരിപാടിയാണ്. സംഭവം കേസ് റിയാക്ഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി പോണെയാണ്. പക്ഷെ നമ്മൾ ഈ സ്ക്യാങ്കാരൊക്കെ എടുത്ത് ഈ സ്ക്യാങ് ആയിട്ടാണ് അങ്ങ് റിയാക്ഷൻ എടുക്കാൻ പോണേ. അപ്പോൾ ഒരു നല്ല റിയാക്ഷൻ കിട്ടുമെന്ന് കേസ് എനിക്ക് എന്തായാലും ഉറപ്പാണ്. വേണ്ടേ നമ്മുടെ ചക്കന്മാരെല്ലാം താഴെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 4 കാറുണ്ട്. അപ്പോൾ ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു ഈസ്. പക്ഷേ ആ ഒരു മച്ചാനെയാണെങ്കിൽ ഈ നെറ്റ് തീർന്നെന്ന് പറഞ്ഞിട്ട് ഈ ഗെയിമിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡാർലോസ് ആണ് ഈസത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ 4 പേരുണ്ട് ഈസ്. അതാണ്ട് ബാക്കി 2 പേര് താഴെ നിൽക്കുന്നുണ്ട് ഈസ്. അത് നമ്മുടെ വൾപ്പക്സും പിന്നെ ടോക്സിക്കുമാണ്. ക്രൂയിസർ ഇപ്പോൾ എൻ്റെ കൂടെ മേളുണ്ട്. വേണ്ട അവർ കയറി വരുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. ഇതെന്തായാലും ഈസ് നല്ല രീതിക്ക് റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് ഈസ് അവിടെ ആൾക്കാരുണ്ടായാൽ മതിയായിരുന്നു. നമ്മളിവിടെ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈസ് അവിടെ ചെന്നിട്ട് അവിടെ ആരും ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എന്തായാലും അധികം എക്സ്പെക്ടേഷൻ ഒന്നും ഇടാതെ ഈസ് നമുക്ക് നേരെ അങ്ങ് പോവാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതാണ്ട് വൾപ്പക്സ് ഇപ്പോൾ കയറി വരുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ഗീസ് നേരെ പുറത്തോട്ട് പോയിട്ട് ഗീസ് നമ്മുടെ കാറെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കാർ തേണ്ട ഗീസ് ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ സിറ്റിയിൽ ഗീസ് നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങ് വരുന്ന വഴിക്ക് അന്നേരം ഓരോന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവരെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതെന്തായാലും പോയി നോക്കണം ഗീസ്. അവിടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാവരും വാ. പറ ബ്രോ, എങ്ങനെയാണ് പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈനപ്പായിട്ട് അങ്ങ് കയറി അങ്ങ് ചെല്ലുക. അപ്പോൾ കാർ സെയിലോ അല്ലെങ്കിൽ കാർ വാഷിലോ പോകണം. കാർ വാഷിൽ ആളില്ലെങ്കിൽ നേരെ കാർ സെയിലോട്ട് പോവാം. എന്നാൽ പിന്നെ കാർ വാഷ് കൂടി അങ്ങ് പോവാം. കാർ വാഷിൽ ആരെങ്കിലും ഉണ്ടേ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ നേരെ കാർ സെയിലോട്ട് പോവാം. അത് സെറ്റ്. അപ്പോൾ അത് പറഞ്ഞ് ടൈം വേണ്ട, നേരെ വണ്ടി എടുത്തോ. ഓക്കെ, നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ പോവാം. അണ്ണാ ബേക്കുക. നിങ്ങൾ ഫ്രണ്ടിൽ വിട്ടോ, ഞാൻ ബേക്ക് വന്നോളും ഗേസ്. അപ്പോൾ നമ്മൾ നേരെ കാറിലോട്ട് കയറി കേട്ടോ. അപ്പോൾ നല്ല റിയാക്ഷൻ കിട്ടുമെന്നുള്ള ഇതിലാണ് ഞാൻ നേരെ പോണത്. കിട്ടിയാൽ മതിയായിരുന്നു ഈസ്. നമ്മൾ കുറേ പബ്ലിക് റിയാക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഈസ് വലിയ റിയാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ പൊളിക്കുമെന്ന് തോന്നുന്നതല്ല. ഇന്ന് നമ്മൾ സിറ്റി ഫുൾ അങ്ങ് കത്തിക്കാൻ പോവാ. അല്ല, ഞാൻ മണ്ണെണ്ണയൊന്നും എടുത്തിട്ടില്ല കത്തിക്കാൻ. ഒന്ന് മിണ്ടാ സിറ്റിയിലോട്ട് പോവാൻ നോക്കുക. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പൊട്ടത്തെ വിളിച്ച് പറയല്ലേ. ഞാനല്ല ഇവനാണ്. ഞാൻ കുറച്ച് മ്യാസാക്കാൻ നോക്കിയത്. അതിന് ഇടയ്ക്ക് കയറിയിട്ട് അവൻ കൗണ്ടർ അടിക്കും. അതങ്ങനെ പറയണ്ടേ മ്യാസാക്കുന്നയാന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കത്തിക്കാൻ പോന്നെയാന്ന്. ഇവന്മാരെ അങ്ങോട്ട് റിയാക്ഷൻ എടുക്കാൻ പോയാൽ ഇപ്പൊ കണക്കായിരിക്കുമെന്ന് തോന്നുന്നു. അന്ന് ഇന്നെന്തായാലും നല്ല റിയാക്ഷൻ കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇങ്ങനെ ഗ്യാങ്കാറൊന്നും എടുത്തിട്ട് ആരും ഇങ്ങനെ പബ്ലിക് റൂമിലോട്ടൊന്നും കയറിയിട്ടൊന്നും ഇല്ല. ഞാനും അങ്ങനെ ആരും കണ്ടിട്ടൊന്നും ഇല്ല. അല്ലെ ഞാൻ പിന്നെ ഈ ഗ്യാങ്കാർ എടുത്ത് നിങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞേ. ഇതെന്താണ് ഇവനോട് നിൽക്കുന്നത്? മറ്റേ ബഗ്ഗ കേട്ടോ. അതെല്ലാം മെല്ലെ മെല്ലെ ഈ നമുക്ക് ആ സിറ്റി വരെ പോകണം. സിറ്റിയിൽ അവിടെ ആൾക്കാരുള്ളതെന്ന് അറിയത്തില്ല. അതിൽ ഇവിടെ കയറി ഫ്യൂൽ അടിക്കണം. അല്ലേ വേണ്ട, ഫ്യൂലൊക്കെ ഈ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഉള്ളതെല്ലാം വെച്ചിട്ട് പോവാം. ക്രൂയിസറെ സിറ്റിയിൽ എവിടെ ആൾക്കാരുള്ളതെന്ന് നോക്കിയേ. ഒരു മിനിറ്റ് നോക്കട്ടെ. സിറ്റിയിൽ നോക്കുവാണെങ്കിൽ കാർ വാഷ് 2-3-4 പേരുണ്ട്. കാർ സെയിലിൽ പോവാം. കാർ സെയിലിൽ നല്ല ക്രൗഡുണ്ട്. എന്നാൽ സെറ്റ് നേരെ കാർ സെയിലിലോട്ട് വിട്ടാൽ. പിന്നെ എൻ്റെ കാറിനകത്തേക്ക് മഞ്ഞെല്ലാം വീണ് നടക്കുന്നുണ്ട്. ഇത് പോകുന്ന വഴിക്ക് വാഷാക്കണോ? അല്ലെ വാഷൊന്നും ആക്കണ്ടേ കേസ്. അത്യാവശ്യം കുറച്ച് മഞ്ഞൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലെ വെച്ചിട്ടൊക്കെ പോവാം. നിങ്ങൾ ഈ ബേക്കിൽ നിൽക്കുന്നവരൊക്കെ ഫ്രണ്ടിലോട്ട് കയറിക്കേ. നിങ്ങൾ ബേക്കിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. എൻ്റെ വീഡിയോ പോലും കാണില്ല. ഫ്രണ്ടിലോട്ട് കയറി കേസ്. അങ്ങനെ സിറ്റിയിലേക്ക് എത്താറായി കേട്ടാ. ചേട്ടാ ഫ്രണ്ടിൽ ഒരു കാറൊക്കെ കാണുന്നുണ്ട്. ഇവന്മാരൊക്കെ എന്ത് ചെയ്യേ? ഒരുമിച്ച് റിയാക്ഷൻ ഇടാനാണ് ഞാൻ പോണേ. ഇവന്മാരെന്ത് ചെയ്തിട്ട് ഈ ബേക്കിൽ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവർ വരട്ടെ. അവർ വന്നിട്ട് ഒന്നിച്ചങ്ങ് പോവാം. ഇന്നെന്തായാലും സെറ്റായിരിക്കും തോന്നുന്നു. ഈ ബേക്കിൽ വൾപ്പക്സ് വരുന്നുണ്ട്. ഈ ടോക്സിക്കും ക്രൂയിസറൊക്കെ അവിടെ പോയി കിടക്കാണ്. ഇമാരെ കാണുന്നില്ല. ക്രൂയിസർ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ടോക്സിക്കാന്ന് തോന്നുന്നു. ഈ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഈ ക്രൂയിസറും ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക് നേരെ പോയി നോക്കാം. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇങ്ങ് പോരി. ഇതാണ്ട് 2 പേര് കാറിലിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് അങ്ങ് എൻട്രി അടിക്കാം. എല്ലാം ലൈനായിട്ട് സെറ്റായിട്ട് പൊക്കോണേ. ഒരു മാഫിയ പോലെ. നല്ല മാഫിയ. ഇതെന്താ കാണിക്കണേ ഇത്? ഒന്നേല ആ കാർ റിവേഴ്സ് എടുത്ത് അവിടെ നിന്ന് മാറ്റി. അല്ലെങ്കിൽ ആ ഫ്രണ്ടിലുള്ളവൻ എടുത്തോണ്ട് പോകും. ഇവന്മാരെന്ത് ചെയ്യാനാണ് ഈ സ്റ്റാൻഡേ? ഒരുത്തന അതിൽ കയറുന്നത്. ഞാൻ തന്നെ സൈഡിൽ കൂടെ പോകാൻ പോകുന്നത്. ഈ 2 M5 വില നിർത്തിയിട്ട് ഇവനെ റേസിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് തന്നെ നേരെ കാർ വാഷിൽ പോയിട്ട് ആരെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നേരെ ഗീസ് കാർ സൈഡിലോട്ട് പോകാം. ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു ഗീസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം തെറ്റും. പിന്നെ ഈ വീഡിയോ കണ്ട് ഗീസ് ലൈക്ക് അടിച്ച് ഗീസ് ഇപ്പോൾ ലൈക്ക് അടിച്ച് വെക്കുക. 200 ഗീസ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇപ്പോൾ വേണ്ട ഞാനിവിടെ ക്രിസ്മസ് ട്രീൻ്റെ ഒക്കെ എടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരെ പോയിട്ട് ഹൈപ്പും കൂടെ അങ്ങ് ചെയ്തേക്ക്. അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. എന്നാൽ നീ പ്രതീക്ഷിക്കാത്തൊരു കാര്യമുണ്ട്. സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് ഗീസ്. റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സാണ് ഗീസ്. അപ്പോൾ 10K സബ് ആകുമ്പോൾ ഗീസ് നമ്മൾ KDM കാറിന് ഗിവ് എല്ലാം വെക്കുന്നുണ്ട്. KDM കാറിന് ഗിവ് എത്ര കാറുണ്ടെണ്ണ? അതൊരു 5 കാറുണ്ടാവും. 5 KDM കാറാ? അത് സെറ്റ് ആവുമല്ലോ. അതെന്തായാലും സെറ്റ് ആക്കണം. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഇത് പബ്ലിക് റൂം ഒന്നും അല്ലേ? ഇത് പബ്ലിക് റൂം തന്നെ. ഉള്ളൊരു മൊത്തം കാർ സെയിലിൽ അങ്ങനെയാ. പിന്നെ കുറെ പേര് വെറുതെ വണ്ടി എടുത്ത് അങ്ങോട്ടൊക്കെ കൂട്ടുകൊണ്ട്. എന്നാ കാർ സെയിലിൽ പോവല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്കാണോ പോണേ? നമ്മൾ പുറകെ ഉണ്ടെണ്ണ അങ്ങോട്ട് പറപ്പിച്ചു വിട്. എന്റെ ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞാണ് ഈ ഇവരോട്. വേണ്ട ഇവരെന്റെ ബേക്കിലാണ് എന്നിട്ട് വരുന്നത്. കുഴപ്പമില്ല, അങ്ങോട്ട് ഒന്നിച്ചങ്ങ് കയറിയാൽ മതി. അല്ല, നമ്മൾ സെറ്റാണ്. ഒന്നിച്ചങ്ങ് നമ്മൾ എൻട്രി എടുക്കുന്നു. അവിടെ കൊണ്ടങ്ങ് പാർക്ക് ചെയ്യണം. ഇത്ര ഉള്ളേ സെറ്റല്ലേ? സെറ്റ്. അവിടെ ആൾക്കാരും കൂടെ ഉണ്ടായാൽ മതി. സ്ഥലത്തെത്തി പുറത്തും പോകുന്ന കണ്ട. അതെന്ത് പോക്കാണ് ഈ പോയത്? ഈ കാറിന് ഇത്ര സ്പീഡുണ്ടോ? അത് പിന്നെ ഫസ്റ്റ് എൻട്രി എനിക്ക് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറിപ്പോയത്. എന്തായാലും ഒന്നിച്ചങ്ങ് കയറിയാൽ മതി. ഗീസ് പണി പാളിയോ എന്നൊരു ഡൗട്ട്. ഉരുൾ അനങ്ങാൻ നിൽക്കുന്ന ഓട്ടോബാക്കാണ് ഇത്. ഓട്ടോബാക്കൊന്നും ആവില്ലേ ഇവിടെ വരെ എത്തിയിട്ട്? ഓട്ടോബാക്ക് ആയോ എന്നാണ് ഞാൻ. ഇല്ല എൻ്റെ പൊന്നോ, ആർത്ത് ഇവിടെ വരെ എത്തിയിട്ട് ഓട്ടോബാക്കായിരുന്നു. ഓട്ടോബാക്കൊന്നും ആയിട്ടില്ല ഗീസ്. നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് കയറാം. അപ്പോൾ ഇവിടെ ക്രൗഡൊന്നും ഇല്ലേ? ഇതെന്താണ്? ഒരു കാർ കിടപ്പുണ്ട്. വേറെ ആരോ ഉള്ള അതിന്?
ഗൈസ് ഇതെന്തുവാണിത്? അതാണ്ട് വേറൊരു കാറും കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അല്ല സംഭവം ഇവിടെ കുറെ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ടങ്ങ് പാർക്ക് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാം. അപ്പൊ നമ്മളെ കണ്ടു കുറെ പേര് വരുമോ നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടായില്ലേ നമ്മളെ കണ്ടിട്ടെങ്കിലും വരുള്ളൂ. അണ്ണ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ലേ, പോസിറ്റീവായിട്ട് ഇരിക്കുക. അങ്ങോട്ട് പാർക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. അതാണ്ട് ഓരോരുത്തരൊക്കെ വരുന്നുണ്ട്. ആ ഒരു സിവിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പാർക്ക് ചെയ്യട്ടെ ഇങ്ങോട്ട്, നിങ്ങളും എടുത്ത് പാർക്ക് ചെയ്യും. കേസ് ഇപ്പോൾ പാർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി റിയാക്ഷൻ കിട്ടിയാൽ മതി. ഇതാണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മച്ചാൻ പോകുന്നുണ്ട്. നോക്കെങ്കിൽ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു മച്ചാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വരുമായിരിക്കും. ഇവിടെ പാർക്ക് ചെയ്യടാ അങ്ങോട്ട്. ഇവനെന്താണ് അതിൻ്റെ പൊക്കത്ത് കയറ്റി നിർത്തിയേക്കണം. ഒരു മിനിറ്റ് ഇപ്പം ഞാൻ സെറ്റാക്കി തരാം. ഇവിടെ കൊണ്ടിടുക എന്നാലേ സെറ്റ് ആവുള്ളൂ. കേസ് ഇപ്പോൾ നമ്മൾ ഇതാണ്ട് 3 പേര് ഇവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാരും കയറി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഈ കാർ സെയിലിലോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടാ. ഇപ്പം കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ 2 വണ്ടി അങ്ങനെ ഉള്ളായിരുന്നു. ഇപ്പോൾ കേസ് ഒരു 3-4 വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. പഴയ പോലെ ഇപ്പോൾ കാർ സെയിലൊന്നും ആളില്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ ഈ കാർ സെയിൽ. ഇപ്പോൾ ആരും കാർ സെയിലോട്ടൊന്നും വരാറില്ലേ. ഏതോ ഒരു മച്ചാനാണ് കേസ് അവിടെ ഒരേ ഡ്രിഫ്റ്റാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴേ കണ്ടായിരുന്നില്ല ഡ്രിഫ്റ്റ് അടിച്ചോട്ട് പോകണേ. ദാണ്ട് വേറെ ആരൊക്കെ വരുന്നുണ്ട് ഈസ്. എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കാം. ദാണ്ട് ഇപ്പോൾ 2 പേരായിട്ടുണ്ട് ഈസ്. 2 പേരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഒരാൾ. എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക. അതാണ്ട് മറ്റേവരില്ലേ കേസ്, ഇത് നമ്മൾ വന്നപ്പോൾ കണ്ട M5. അതെ ഈസ് നമ്മുടെ സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഈസ്. അപ്പോൾ ഈ ഗ്യാങ്ങിന് ഇതാണ്ട് വൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഞാനൊന്നും മിണ്ടുന്നില്ല ഈസ്. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാൻ പോകണം ഇവിടെ, അല്ലെങ്കിൽ എൻ്റെ ഐഡി വേ പോകും. അതാ സീരി. വൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയല്ലേ, പിന്നെ ഞാൻ പറയുന്നുണ്ടേ പറഞ്ഞ. ഞാൻ എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ. എനിക്ക് വേണ്ടത് റിയാക്ഷനാണ് ഈസ്. അത് കിട്ടണ്ടേ. സംഭവം എല്ലാം സെറ്റായിരുന്നു അണ്ണാ. പക്ഷെ ആൾക്കാർ പറഞ്ഞു പോയി, അതാണ് സീനായത്. ഇപ്പൊ കണ്ടല്ലോ ഉള്ളവരൊക്കെ നമ്മളെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട് ഇതെന്താണ്. അത് കാര്യം ഇവിടെ ഉള്ളവരൊക്കെ ഈസ് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ. അതുകൊണ്ട് ചെറിയ റിയാക്ഷനൊക്കെ കിട്ടുന്നുണ്ട് ഈസ്. എന്നാലും കുറച്ച് നേരം കൊണ്ട് നിന്ന് നോക്കാം വേറെ ആരെങ്കിലുമൊക്കെ വരുമോന്ന്. ഇപ്പോൾ എന്തായാലും കേസ് ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ. ഇപ്പം നമ്മളെല്ലാം നോക്കുവാണെങ്കിൽ ഇവിടെ 3 പേര് വേറെ ഉണ്ട്. അവർ മാത്രമേ ഉള്ളൂ കേസ്. അതാണ് ഇപ്പോൾ സീനായി പോയത്. നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. കേസ് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട നമ്മളെ ഗ്യാങ്കാരൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരും ഇരിക്കുന്നുണ്ട്. ഇവനത് ലോക്കാക്കിയില്ലേ, അതിപ്പോൾ എടുത്തോണ്ട് പോകുന്നു തോന്നുന്നു മാതിരി. പിന്നെ ഈ വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. വേറെ 2 പേരും കൂടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് അമ്പോസ് ഇരുന്നൊക്കെ പറയുന്നുണ്ട് ഈ. ശരിക്കും കേസ് അത്യാവശ്യം നല്ല റിയാക്ഷൻ കിട്ടിയേനെ. പക്ഷെ നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേസ്. അതാണ് സീനായി പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ സെറ്റ് ആയാനെ. കുറച്ച് നേരം ഇവിടെ നിൽക്കും കേസ്. ആരെങ്കിലും കാർ സെയിൽ വഴിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിയാക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്ര പേരെ വന്നിട്ടുള്ളൂ. വന്നവരുടെ അടുത്തുനിന്ന് കേസ് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ധാരാളം. വേണ്ടേ ഒരു മുട്ടയടിച്ചൊരു മച്ചാൻ ഇങ്ങനെ നടക്കുന്നേക്ക്. മുടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കെന്നാൽ ഇവിടെ നിന്ന് പോയാലോ, വലിയ മാറ്റമൊന്നും ഇല്ല ഇവിടെ. അത് ശരിയാണ്. നമുക്കൊന്ന് കാർ സെയിൽ വരെ പോയി നോക്കാം. അല്ല കാർ സെയിലല്ലേ ഇപ്പോൾ ഉള്ളത്, കാർ വാഷ് വരെ പോയി നോക്കാം. മാറിപ്പോയി. അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ ആളില്ല. ഒരു കാര്യം നമുക്ക് നേരെ പോയിട്ട് എയർപോർട്ടിൽ അങ്ങനെ കയറിയിട്ട് 2 റീലെങ്കിലും എടുക്കാം. അതെങ്കിലും നടക്കട്ടെ. എന്നാ വാ അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് കാർ വാഷ് വരെ പോയി നോക്കുക കേട്ടോ, ആരെങ്കിലും ഉണ്ടോയെന്ന്. ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ പോയി കുറച്ച് നേരം നിന്നിട്ട് നമുക്കങ്ങ് പോവാം. അതുകൊണ്ട് ഇതേതാ മച്ചാൻ കേസ് ഇവിടെ നിൽക്കുന്നത്. ആരോ ഇവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. അതായത് നമുക്ക് ഈ കാർ വാഷ് ആരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാം. അവിടെ എന്തായാലും ഒരു വണ്ടിയെങ്കിലും കാണണം, അത് ഉറപ്പാണ്. വേണ്ട ഒരു വണ്ടിയുണ്ട്. ഇതിൽ നല്ലതാ മേളിൽ കാർ സെയിൽ തന്നെയായിരുന്നു കേട്ടാ. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, ഞാൻ കാർ വാഷാക്കട്ടെ. നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി. നമുക്ക് വേറെ ഒരു ദിവസം ഇറങ്ങാം. കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട്. ഇപ്പം നമ്മൾ ആരെയല്ലേ ഉള്ളൂ. ഇതിനേക്കാളും കിടലിന് എൻട്രി എടുക്കാം നമുക്ക്. അത് തന്നെ, ഇന്ന് നമ്മൾ വന്നപ്പോൾ ആളില്ലാതായി പോയതല്ലേ. അത് സീനില്ല. നമുക്ക് പോയിട്ട് റീൽ എടുക്കാം. നമ്മളെല്ലാം റീൽ എടുക്കാനല്ലേ വന്നേ. നീ പറയുന്നേ വന്നായിരുന്നു നടക്കാത്തോണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ അണ്ണാ. ഈ സുമാര് വെറുതെ പറയുന്ന കേട്ടാ. ശരിക്കും നമ്മൾ റീൽ എടുക്കാനായിരുന്നു വന്നത്. എനിക്ക് വണ്ടി കഴിയപ്പോൾ സെറ്റായി കേട്ടാ. ഇത് നേരെ എയർപോർട്ടിലേക്ക് പോര്. ഇല്ല ഞാനും കൂടെ ഒന്ന് വണ്ടി കഴുകിട്ട്. എന്തായാലും റിയാക്ഷനോ കിട്ടിയില്ല. റീലെങ്കിലും നമുക്ക് പൊളിക്കണം. അതിന്നെ പറയാനുണ്ടോ, റീല് നമ്മൾ എന്തായാലും പൊളിക്കും. അല്ലെ പിന്നെ കുറച്ച് നേരം കൂടെ ഇവിടെ ഇങ്ങനെ നിന്നാലാ. ഞാൻ ഇവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെണ്ണ. റിയാക്ഷൻ വല്ലതും കിട്ടുമോയെന്നറിയാൻ. ഓരോരുത്തരൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മേളിലുള്ള ആൾക്കാർ തന്നെ കേട്ടാ. വലിയ മാറ്റമൊന്നും ഇല്ല. പുതിയ ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് തന്നെ, ഇവിടെ പുതിയ ആൾക്കാരൊന്നും ഇല്ലെന്ന്. ഇവിടെ ഉള്ള 2-3 പേരുണ്ട്. അവർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റീൽ എടുക്കാം. നെല്ല് കുറച്ച് നേരം കൂടെ നോക്കാം. വല്ല റിയാക്ഷനും കിട്ടിയാൽ അതും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാലോ. അണ്ണ ഇനി എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല അണ്ണ. ഇവിടെ ഉള്ള 2-3 പേരേ ഉള്ളൂ. അവരൊന്നും നമ്മളെ കണ്ടതല്ലേ. ഇനിയിപ്പോൾ വലിയ റിയാക്ഷനൊന്നും നോക്കണ്ട. എന്നാൽ പിന്നെ വാ നമുക്ക് കൂട്ടി റീൽ എടുക്കാം. ഏയ് നമ്മൾ പോവാറങ്ങിപ്പോട്ടെ. ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇതാരാണ് ഈ ഇത്? നമ്മളെയൊക്കെ മറന്നു പോയാ. കുറെ നാളായല്ലേ നമ്മളെ കണ്ടിട്ട്. പിന്നെ അല്ലാതെ നിന്നെ കണ്ടിട്ട് എത്രയായി? ഇവിടെ എന്താണ് പരിപാടി? നമ്മളെ പിള്ളേരൊക്കെ ഇങ്ങനെയായാ? ഇതൊക്കെ എപ്പോൾ ഇങ്ങനെ ആയത്? ഞാനൊന്നും അറിഞ്ഞു പോയില്ലാട്ടാ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ജസ്റ്റ് റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. അന്നേരമാണ് നീ ഇപ്പോൾ വന്നേ. എന്നിട്ട് വല്ല റിയാക്ഷൻ കിട്ടിയാ? എവിടെ നിന്ന് ആകെ 2-3-4 പേരൊന്നും നോക്കിയിട്ട് പോയി. എന്നാണ് റിയാക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ മാസ്ക് വരണം. മാസ്ക് വന്നാലേ അവിടെ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. നന്നാ അറിഞ്ഞുകൂടെ, ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു തന്നെ. എന്നിട്ടിപ്പോൾ നീ ഇവിടെ വന്ന് നിന്നിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലോ. അതിനെണ്ണ കുറച്ച് നേരത്തെ പറയണമായിരുന്നു. എന്നാലേ ഞാൻ കുറച്ച് എൻട്രി ഒക്കെ ഇട്ടിട്ടങ്ങ് വരുള്ളൂ. ഇവൻ വന്ന് പാട്ട് വകയിലെ ഡാൻസ് കളിയെല്ലാം തുടങ്ങി. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും അല്ലേ പിള്ളേരെ? അല്ല നമ്മളെ ടോക്സിക്കിന്റെ ഗ്യാങ്കാർ എടുത്തോണ്ട് ആരോ പോയി. അതൊക്കെ ലോക്കാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ കിഴക്ക് സൂര്യൻ ഉദിച്ചല്ല, വാനിൽ പറവ പറന്നല്ലോ,
പാട്ടാം ഞാൻ എന്നും നിങ്ങളുടെ പരിപാടിയാണ് നടക്കട്ടെ കേട്ടോ. ഞാൻ എന്നാ പോയേക്കുവാ. അതെന്നെ വന്നവിടെ പോവാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ സിറ്റി തന്നെ പരിപാടി അറിയാൻ വേണ്ടി ജസ്റ്റ് കയറി നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ പോയേക്കോണ. കേസ് ഇപ്പോൾ മാസ്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ റൂമിലാണ് ഉള്ളത്. നമ്മൾ നേരെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വേറൊരു പ്രൈവറ്റ് റൂം ഇട്ടേക്കാണ്. നേരത്തെ പബ്ലിക് റൂമിൽ ഈ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വേറെ പ്രൈവറ്റ് റൂം ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കും ഇവിടെ. ഇവിടെ ഒരു 4 കാർ ഈ കറക്റ്റ് പാർക്ക് ചെയ്ത് സെറ്റായിട്ടൊരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ആക്കണേ. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ എങ്ങനെയായിട്ട് നിർത്താം. 2 കാർ കേസ് ബേക്കിൽ വിടാം. 2 ഫ്രണ്ടിലും 2 ബേക്കിലുമായിട്ട് അങ്ങനെ ഇടാം. സെറ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്നിട്ട് ബേക്കിൽ 2 കാറിൻ്റെ മുകളിൽ 2 പേരെ നിർത്തുക. അപ്പോൾ സെറ്റായിരിക്കും കേസ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി. ഇനിയിപ്പം നമ്മൾ വീഡിയോ എടുക്കലും പരിപാടികളൊക്കെ കേസ് അത് നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ പോസ്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് എന്തായാലും അത് കാണിക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുവാണ് കേസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേസ്. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം എടുത്തൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ അതിരിക്കും ബൈ.